മനസ്സിലായാ? ആ ഫോർച്യൂണർ എടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ എണ്ണ അടിക്കണം. മറ്റേ വണ്ടി എടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ എണ്ണ അടിക്കണം. ഇതെന്താ ഈ കരണ്ടി കുത്തുന്ന അയച്ചു വന്നോണ്ട് എണ്ണ അടിക്കണ്ട. അപ്പൊ ഇപ്പൊ ഇതല്ലേ തന്നെ ബ്രേക്ക് പിടിക്കുമ്പോ എന്തുകൊണ്ട് ഗിയറിലേക്ക് ഗിയർ അടിച്ച് ന്യൂട്രാക്കി അടുത്ത ഡൗൺ ചെയ്തിട്ട് മാറിക്ക്. ഇതല്ലേ സിമ്പിളാണ്. ഇത് ഓട്ടോമാറ്റിക് അല്ലേ? ഓട്ടോമാറ്റിക് എന്ന് പറഞ്ഞാലെന്നാന്നറിയാം. ഓട്ടോമാറ്റിക് എന്ന് പറഞ്ഞാലേ അത് ഈ ഗിയറ് ക്ലച്ചില്ലാത്ത വണ്ടി. എന്റെ ഗിയർ തപ്പോയിന്ന് ഡ്രൈവർ. ഇത് നമ്മൾ ഇങ്ങനെ എടുക്കൂലേ ഫസ്റ്റിലിട്ട്, അത് നമുക്ക് ശീല ക്ലച്ച് പിടിച്ചിട്ട് ഇങ്ങനെ. അതില്ലെങ്കിൽ ഒരു സുഖമില്ല വണ്ടി ഓട്ടാന്. എന്ത് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇങ്ങനെ ആകുമ്പോ ഇത് നമുക്ക് വേണം. അത് ക്ലച്ചിന്റെ ആടിയോ സാധനം ഇല്ലെങ്കിലും ഇത് പഴയ ഡ്രൈവർമാർക്കെല്ലാം ഇത് ഉണ്ടെങ്കിലേ ഒരു സുഖമുള്ളൂ. എന്ത് ഓട്ടോമാറ്റിക് എന്ത് വന്നാലും ഇത് വേണം. നമ്മൾ വണ്ടി കൊണ്ടെല്ലാം വരുമ്പോ ആ ഫോർച്യൂണർ കൊണ്ടുവരുമ്പോ ഇത് തലയിൽ മുട്ടൂലേന്ന് അത്ര അടുത്തല്ല. എല്ലാം മിക്ക പാർക്കിങ്ങിലും പോയാല്, മാളുടെ പാർക്കിംഗ് പോയാല് ഇത് ഇത്ര ഗ്രൗണ്ട് അതന്നെ പറഞ്ഞ പാർക്കിങ്ങിന്റെ എപ്പോ ഉണ്ടല്ലോ ഈ തലയില് മുട്ടോന്നുള്ള പേടിയാ നമുക്ക്. ഇങ്ങനെ മറ്റേ ഈ റേഞ്ച് റോവറിലെ കറക്റ്റ് തട്ടിയ സൗണ്ട് വെക്കൂലേ? ഉള്ള തന്നെയാ ഇത്. സിഗ്നൽ അടിക്കുവാ കറിയാ? സെൻസർ ഉണ്ടാ? സെൻസർ ഇല്ലാതെ നീ എന്റെ അന്നത്തെ തൊട്ട് വിളിക്കട്ടെ. ഇത് പാർക്കിംഗ് ആയിട്ട് സിമ്പിൾ ആണ് ഗൈസ്, സിമ്പിൾ. ഇത് ഓട്ടോമാറ്റിക്. നമ്മള് ലോറി ഓട്ടുന്നവർ ഓട്ടോമാറ്റിക്. വീട്ടിൽ നിന്ന് എപ്പം പൂച്ച. പണ്ടത്തെ വീട്ടിലെ ഏറ്റവും വലിയ ഡ്രൈവറായിരുന്നു ഞാൻ. പുറത്ത് ഏടെ പോകുമ്പോ മുറി തുടങ്ങി. മുറിയല്ല ഇത് കേക്ക് കേട്ടിട്ട് പോ. പിന്നെ ശരിക്ക് പുറത്ത് ഏടെ പോകുമ്പോ ഇല്ലേ ഞാനേനു പെർക്കെ ഡ്രൈവർ. ഡ്രൈവിംഗ് സീറ്റിൽ അനക്ക് വേണ്ടിട്ട് ഒഴിഞ്ഞോളൂ എല്ലാം ഇത്. പക്ഷെ ഇപ്പൊ ഞാൻ ഓട്ടുന്നതൊന്നും സുഖമില്ല എന്നാ പറയുന്നത്. നമ്മൾ ഈ ലോറി എയർ ക്ലച്ച്. പക്ഷെ ഇതെല്ലാം നൈസ് സിമ്പിൾ. ഇതിന്റെ ചാവി ഓഫാക്കല് കൂടാ. ഷെഫിക്ക് മാത്രം ഓടിക്കാറ്, ബാക്കിയൊക്കെ ഓടിക്കാറില്ല.